ഉടുമ്പൻചോല പീരിമേട് താലൂക്കുകളിലെ പട്ടയ വിതരണം നെടുങ്കണ്ടത്ത് നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു. ഭൂമാഫിയെ വാഴാൻ വിടില്ലെന്നും പണത്തിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ ഭൂമി കൈയടക്കാമെന്ന തോന്നൽ കേരളത്തിൽ നടപ്പാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കൈമെടുക്കൊണ്ട്, കാശുബലം കൊണ്ട്, കായിക ബലം കൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവൻ ഇട്ട സർവേ കുറ്റി ഊരി കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അവന്റെ രേഖ എന്നേക്കുമായി ഇല്ലാതാകും എന്ന് കരുതുന്ന പണത്തിന്റെയും കായിക ബലത്തിന്റെയും മുഷ്ക് ഇനി കേരളത്തിന്റെ റവന്യൂ വകുപ്പിൽ നടക്കില്ല. കാരണം കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടെ റവന്യൂ വകുപ്പിന്റെ റെക്കോർഡുകളിൽ ഡിജിറ്റലായ ഒരു വാലി, നിങ്ങൾ കാണാതെ കമ്പി കൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കാതെ ഒരു ഡിജിറ്റൽ വാലി കേരളത്തിലെ മുഴുവൻ ലാൻഡ് പാഴ്സലുകളുടെയും മുമ്പിൽ ഉണ്ടാവുകയാണ്. നെടുങ്കണ്ടം സിവിൽ സ്റ്റേഷനിലാണ് ഉടുമ്പൻചോല പീരിമേട് താലൂക്കിലെ പട്ടയ വിതരണം നടന്നത്. ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ജില്ലയിൽ 7964 പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ വിവിധ ഭൂമി വകുപ്പ് ഓഫീസുകളിൽ നിന്നും 4ാം നൂറുദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തി 2941 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകുന്നതിന് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൽ 506 പട്ടയങ്ങൾ ഇന്നലെ നടന്ന 2 പട്ടയമേളകളിലായി വിതരണം ചെയ്തു. 302 പട്ടയങ്ങൾ ഇടുക്കി മേളയിലും 204 പട്ടയങ്ങൾ ഉടുമ്പൻചോല മേളയിലും വിതരണം നടത്തി. ശേഷിക്കുന്ന 2435 പട്ടയങ്ങൾ വരും മാസങ്ങളിൽ വിതരണം ചെയ്യുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. നെടുങ്കണ്ടത്ത് നടന്ന പരിപാടിയിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. വാഴൂർ സോമൻ MLA, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ADM ഷൈജു പി ജേക്കബ്, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമീല അലിച്ചൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, CPI ജില്ലാ സെക്രട്ടറി KS സലിംകുമാർ, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാനത്തിലാൽ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.